നമസ്കാരം. കൊടിയിലെ വാചകവും പ്രവൃത്തിയും തമ്മിൽ രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SFI. സ്വാതന്ത്ര്യവും സോഷ്യലിസം ജനാധിപത്യം എന്നതാണ് വാചകമെങ്കിലും പ്രവൃത്തിയിൽ ഇതിന്റെ കണിക പോലുമില്ല. പലയിടങ്ങളിലും അക്രമത്തിലൂടെ ഭരണം പിടിച്ചെടുക്കുന്ന SFIയുടെ കൊടിയിലെ ജനാധിപത്യം വാചകത്തിനെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട്. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെ 27 പേരെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണ ആളുകളാണ്. പഠിപ്പ് മുടക്കിനിടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ SFI കയ്യേറ്റം ചെയ്തതായിട്ടാണ് വാർത്ത. കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെയായിരുന്നു SFI DYFI പ്രവർത്തകരുടെ അതിക്രമം. 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവം. SFI ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക സമരത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തു നിന്നുള്ള DYFI പ്രവർത്തകരടക്കം സ്കൂളിലെത്തിയത്. ഉച്ചഭക്ഷണം തയ്യാറായാൽ ക്ലാസ് തുടരും എന്ന കാരണം പറഞ്ഞാണ് പ്രവർത്തകർ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തത്. സമരമായതിനാൽ ക്ലാസ് ഇല്ലെന്നും അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. എന്നാൽ പാചക തൊഴിലാളി വസന്ത ഇതിനെ എതിർത്തതോടെ ഇവരുമായി വാക്കേറ്റമുണ്ടായി. പിന്നാലെ വേവിക്കാനെടുത്ത അരി പ്രവർത്തകർ തട്ടിക്കളഞ്ഞു. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പാചക തൊഴിലാളിക്ക് നേരെ അസഭ്യം പറഞ്ഞതായും കൈ പിടിച്ച് തിരിച്ചതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ DYFI വനിതാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. DYFI പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെയാണ് പേരാവൂർ പോലീസ് കേസെടുത്തത്. സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ഇടപെടലുകൾക്കെതിരെയുള്ള സമരമെന്നാണ് SFI വാദം. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 30 പേരെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് SFI ഇന്ന് പഠിപ്പ് മുടക്കിയത്. SFIയുടെ സമരത്തിന് DYFIയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണർക്കും വൈസ് ചാൻസലർക്കുമെതിരെ പ്രതിഷേധം വിരുമ്പി ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനം മാറുകയായിരുന്നു. വൈസ് ചാൻസലർ ഗോ ബാക്ക് മുദ്രാവാക്യം വിളിയുമായി പോലീസ് വലയം ഭേദിച്ച് സർവകലാശാല ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് 28 നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 1000 പേർക്കുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. സർവകലാശാല ആസ്ഥാനത്തെ പൂട്ടുകളും ഗ്രില്ലുകളും തകർത്ത് 10,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയെന്നും 7 പോലീസുകാരെ പരിക്കേൽപ്പിച്ചെന്നുമാണ് കേസ്. അതേസമയം SFI സമരങ്ങളെ വിമർശിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നു. ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളും ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും ഉന്നയിക്കാൻ മടിക്കുന്ന SFI ഇപ്പോൾ നടത്തുന്നത് സമര നാടകങ്ങളാണെന്നായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കേരള സർവകലാശാലയിൽ അരങ്ങേറിയ സമര ആഭാസം എന്തിനു വേണ്ടിയാണെന്നും എന്തിൽ നിന്ന് ഓടിയൊളിക്കാനാണെന്നും വ്യക്തമാണ്. SFIയുടെ സംഘപരിവാർ വിരുദ്ധ നിലപാട് കാപട്യം നിറഞ്ഞതാണ്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായി സംഘപരിവാറുകാരനായ ഡോക്ടർ മോഹനൻ കുന്നുമേലിനെ വിമർശിച്ചപ്പോൾ മൗനം പാലിച്ച SFI കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് വിചാരധാര സിലബസിൽ ഉൾപ്പെടുത്തിയതെന്നും SFI വിഷയത്തിൽ പ്രതികരിക്കാതെ മൗനം പാലിച്ചുവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് വിമർശിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്ത വിഷയം ആരോഗ്യ മേഖലയിലെ വലിയ വീഴ്ചകളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ സമ്പൂർണ്ണ അധപതനവും അതിലേക്ക് നയിച്ച മന്ത്രി വീണ ജോർജിനെയും കുറിച്ചാണ്. പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ ദാ വരുന്നു ഗവർണർ മറുവശത്തും സർക്കാരും. CPM-ഉം SFI-യും പിന്നെ വെല്ലുവിളിയായി സെറ്റിലുള്ള സമരങ്ങളായി. സർവകലാശാലയിൽ സമരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരക്കഥയും സംഭാഷണവും സംവിധാനം ചെയ്ത് SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും കേന്ദ്ര കഥാപാത്രങ്ങളായി കേരള പോലീസ് നിർമ്മിച്ച നാടകം പൊതുജനത്തിന് വസ്തുത മനസ്സിലായത് മൂലം തകർന്നടിഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തതും കൈ പിടിച്ച് അകത്ത് കയറ്റിയതും അകത്ത് ഗ്രില്ല് തുറന്നു കൊടുത്തതും ഗ്രില്ലിൽ തട്ടി പ്രവർത്തകരുടെ കൈ മുറിയാതിരിക്കാൻ സംരക്ഷണ കവചം ഒരുക്കി പൂർണ്ണ പിന്തുണ നൽകിയ പോലീസ് ഏമാന്മാരോട് SFI നേതൃത്വത്തിന് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടാകുമെന്നും അലോഷ്യസ് സേവ്യർ വിമർശിച്ചു.